സെഞ്ചുറി അല്ല 150 കിട്ടുമെന്നൊക്കെയാ പറയണത്. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇപ്പോഴേ തുടങ്ങുന്നു ആരാ മുഖ്യമന്ത്രി എന്നുള്ള അടിയൊക്കെ. എനിക്ക് വിചിത്രമായി തോന്നുന്നു. ഈ 10 വർഷം യാതൊരു വർഗീയ ലഹളയും ഉണ്ടാകാത്ത 10 വർഷം. ആഭ്യന്തര വകുപ്പിന് ഇതിനെക്കാട്ടി എന്താ വേണ്ടത്? സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം കിട്ടുന്നില്ലേ? ഇതല്ലേ ഏറ്റവും വലുത്? പിണറായി വിജയൻ എന്ന് പറയുന്ന ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന നേതാവിനെ ഈ ധാർഷ്ട്യമാണെന്നും ഒക്കെ എന്തിനാ പറഞ്ഞ് കളിയാക്കുന്നത്? ഒരു ധാർഷ്ട്യമേ നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഇനി അദ്ദേഹം അഭിനയിക്കണം. ഇപ്പോൾ വയനാട് ചെന്നപ്പോൾ ഒരു കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ലാളിക്കുന്ന ഒരു മുഖമുണ്ടായി. എന്തേ അത് ആരും കാണാത്ത? തോമസ് ഐസക് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആണല്ലോ. അദ്ദേഹം ഒരിക്കലും രമേശ് പിഷാരടിയെ കുറിച്ച് അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലവരുടെ ഒരു രീതിയുണ്ട്. ആ ഒരു കടന്നാക്രമണം, മറ്റുള്ളവരെ വിമർശിക്കുക, എന്തിനാണ്? അതിന്റെ ഒരു കാര്യമില്ല. മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ടും ഒന്നും അതിൽ നേടാനും ഇല്ല. അതിന് പ്രത്യേകിച്ച് എന്ത് ഗുണമാണ് കിട്ടുന്നത്? ഇപ്പൊ ലോക്സഭാ ഇലക്ഷൻ നോക്കിയോളൂ, എത്ര സീറ്റാ UDF കിട്ടിയത്? പിന്നെന്താ ഒരിക്കലും അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ അതിലേക്ക് പ്രതിഫലിക്കാത്തത്? ശരിക്കും പറഞ്ഞാൽ മലയാളിക്ക് ബുദ്ധിയുണ്ട്, BJP കയറില്ല. ഈ കലയും രാഷ്ട്രീയവും കൂടെ കൂട്ടിക്കലർത്തുന്നത് പലപ്പോഴും കുഴപ്പങ്ങൾ ഒരുപാട് ഉണ്ടാക്കി. മമ്മൂക്കയും ലാലേട്ടനും അവർ രണ്ടുപേരെയും തന്നെയാണ് ഞാൻ അറിയിച്ചിട്ടുണ്ട്. അറിയിക്കാനുള്ള ഒരു മാന്യതയും ഒരു കടമയും എനിക്കുള്ള ആളാണ്. ഞാൻ അറിയിച്ചിട്ടുണ്ട്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. ഇലക്ഷൻ പ്രചരണ ചൂടിലാണ് സുധീർ കരമന. ലാൽസലാം. ഇങ്ങനെ ഒരു മാറ്റം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. എത്രമാത്രം ഉണ്ട് ഇപ്പൊ ഈ നിലവിൽ വിജയപ്രതീക്ഷ? നിലവിൽ വിജയപ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഭൂരിപക്ഷം മാക്സിമത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവാണ്. സിനിമാ താരങ്ങൾ ഒരുപാട് പേർ, അതായത് സിനിമ ടെലിവിഷൻ താരങ്ങൾ ഒരുപാട് പേർ ഈ ഇലക്ഷൻ ഉണ്ട്. പക്ഷെ മലയാളികൾ മൊത്തം പ്രതീക്ഷയോട് ഉച്ചു നോക്കുന്ന 2 പേർ, ഒന്ന് രമേശ് പിഷാരടിയും ഒന്ന് സുധീർ കരമനയുമാണ്. കാരണം അവർക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധവും വിവരവും ഉണ്ട് എന്നുള്ളതാണ് അവരൊരു മാനദണ്ഡമായിട്ട് പറയുന്നത്. ഇങ്ങനൊരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ മറ്റു ചിലരെയൊക്കെ ഒന്നും വിമർശിച്ചൊന്നും കണ്ടില്ല. അതെന്താ ഒരു സമാധാനത്തിന്റെ പാത എടുക്കാൻ തീരുമാനിച്ചത്? ഇല്ല, ഈ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലവരുടെ ഒരു രീതിയുണ്ട്. ഒരു കടന്നാക്രമണം. ആ ഒരു കടന്നാക്രമണം, മറ്റുള്ളവരെ വിമർശിക്കുക, എന്തിനാണ്? അതിന്റെ ഒരു കാര്യമില്ല. നമ്മൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞാൽ മതി, നമ്മളത് പെരുമാറിയാൽ മതി, നമ്മൾ എന്താണെന്ന് നാട്ടുകാരെ അറിയിച്ചാൽ മതി. അതാണ് ആവശ്യം. അത് അല്ലാതെ മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ടും ഒന്നും അതിൽ നേടാനും ഇല്ല. മറ്റുള്ളവരായിട്ട് വെറുതെ ഒരാളിനെ വിമർശിച്ച് ഒരാളിനെ നോവിച്ചുകൊണ്ട് അതിന് പ്രത്യേകിച്ച് എന്ത് ഗുണമാണ് കിട്ടുന്നത്? പ്രൊഫഷണലിയും പേഴ്സണലിയും നോക്കുമ്പോ സുധീർ കരമന ഒരു പീക്കിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ആടുത്രി ഇറങ്ങിയിരിക്കുന്നു, പള്ളിച്ചട്ടമ്പിന്റെ ഇറങ്ങാൻ പോകുന്നു, ഖലീഫ ഉണ്ട്, അടൂർ അങ്കിളിന്റെ പടം വരാൻ പോകുന്നു, HT5 വരുന്നു. വലിയ പടങ്ങളാണ് വരാനുള്ളതെല്ലാം. വലിയ പടങ്ങളാണ്, എല്ലാം വലിയ ബിഗ് ബാനർ പടങ്ങളാണ് വരുന്നത്. അല്ല, അത് വരട്ടെ. അതും ഇതുമായി കലർത്തേണ്ട കാര്യമില്ല. കല വേറെ, രാഷ്ട്രീയം വേറെ. ഏറ്റവും അധികം സന്തോഷമുള്ള സമയത്താണെന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും തിരുവനന്തപുരത്ത് പതിവിന് വിപരീതമായിട്ട് ഒരു BJP വേരോട്ടം അധികമായി കാണുന്നു. BJPയുടെ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ ഇപ്പൊ BJPയുടെ കയ്യിലാണ്. BJP ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കുവോ? ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ എപ്പോഴും ലോക്സഭാ ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനും മൂന്നായി ആണ് ജനങ്ങൾ കാണുന്നത്. തീർച്ചയായും. ഇപ്പൊ ലോക്സഭാ ഇലക്ഷൻ നോക്കിയോളൂ, എത്ര സീറ്റാ UDF കിട്ടിയത്? പിന്നെന്താ ഒരിക്കലും അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ അതിലേക്ക് പ്രതിഫലിക്കാത്തത്? അപ്പോൾ ഈ പലതും പല രീതിയിലാണ് കേരള രാഷ്ട്രീയത്തിൽ കാണേണ്ടത്. ശരിക്കും പറഞ്ഞാൽ മലയാളിക്ക് ബുദ്ധിയുണ്ട്, BJP കയറില്ല. ഞാൻ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആരെയും മോശപ്പെടുത്തി പറയാറില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഒരുപാട് തരത്തിലുള്ള വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സർക്കാരാണ് കഴിഞ്ഞ 10 വർഷം. വികസനം ഒരു സൈഡിൽ പറയുമ്പോൾ വിമർശനത്തിന് ഒരുപാട് വിധത്തിൽ ഒരുപാട് പേര് പരാമർശിക്കുകയും അത് കഴിഞ്ഞ് ചില ഇതര രാഷ്ട്രീയ സംഘടനകളും പ്രസ്ഥാനങ്ങളും അതിനെ എതിർക്കുകയും ചെയ്യാറുണ്ട്. എതിർക്കുന്നത് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് എതിർക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപാട് വികസനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതൊക്കെ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അവിടെയെല്ലാം
ഈ വികസനം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ഞാൻ അതിനേക്കാൾ ഊന്നൽ നൽകുന്ന മറ്റൊന്നുണ്ട്. ഉം. കരുതലും കൊടുക്കുന്നതിനും സ്വസ്ഥമായി ജീവിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുന്നതിനും LDF സർക്കാരിന് കഴിഞ്ഞില്ലേ? ഈ കഴിഞ്ഞ 10 വർഷം എടുത്ത് നോക്കിക്കോളൂ. ഈ 10 വർഷം യാതൊരു വർഗീയ ലഹളയും ഉണ്ടാകാത്ത 10 വർഷം. ആഭ്യന്തര വകുപ്പിന് ഇതിനെക്കാട്ടി എന്താ വേണ്ടേ? സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം കിട്ടുന്നില്ലേ? ഇതല്ലേ ഏറ്റവും വലുത്? ഒരു നാടിന് ഏറ്റവും വലുത് അത് തന്നെയല്ലേ? ആലോചിച്ച് 10 വർഷം ഇല്ലേ? അപ്പൊ അതൊരു വലിയ കാര്യമാണ്. ഈ പിണറായി വിജയൻ സഖാവിനെ ഒരു ധാർഷ്ട്യക്കാരിൽ നിന്ന് മാറി കുറച്ചുകൂടി ഒരു ജനപ്രിയമുള്ള ഒരാളാക്കി പ്ലേസ് ചെയ്യാൻ പാർട്ടി ശ്രമിക്കുന്നുണ്ടോ? ഞാനും ചോദിക്കട്ടെ, ആ. ഒരാൾ ദിവസവും രാവിലെയും അല്ല ഉച്ചയ്ക്ക് അരി ഭക്ഷണം കഴിക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഗോതമ്പ് കൊടുക്കണം എന്ന് പറയുന്നത് പോലെയാണ് പിണറായി വിജയൻ സർക്കാരിനെ, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഉത്തമമായ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന നേതാവിനെ ഈ ധാർഷ്ട്യമാണെന്നും ഒക്കെ എന്തിനാ പറഞ്ഞ് കളിയാക്കുന്നത്? അദ്ദേഹത്തിന്റെ സ്വഭാവ രീതിയും എല്ലാം ഒരു ധാർഷ്ട്യമേ നിങ്ങൾക്ക് തോന്നുന്നതാണ്. അത് ഒറിജിനലാണ്. ഏതാണ്? അദ്ദേഹത്തിന് കളങ്കമില്ലാത്ത ഒരു സ്വഭാവ രീതിയിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നു എന്നേ ഉള്ളൂ. ധാർഷ്ട്യമല്ല അത്. അദ്ദേഹത്തിന് ഇനി അദ്ദേഹം അഭിനയിക്കണോ? അഭിനയിക്കുകയല്ല വേണ്ടത്. ഞാൻ ആലോചിക്കുകയും ചെയ്തു, എന്ത് മനോഹരമായിട്ട് നിങ്ങളെല്ലാവരും കാണും. ഇപ്പോ വയനാട് ചെന്നപ്പോ ഒരു കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ലാളിക്കുന്ന ഒരു മുഖമുണ്ടായിരുന്നു. എന്തേ അത് ആരും കാണാത്തെ? എന്തേ ആരും കാണാത്തെ? അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യം വരുമ്പോ എന്തെങ്കിലും പറയുന്നത് മാത്രമേ കാണുന്നുള്ളൂ. ലാളിക്കുന്ന ഒരു കുഞ്ഞിനെയും കൊണ്ട് മടിയിലിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഞാൻ ആ ഫോട്ടോ കണ്ടു. ടൗൺഷിപ്പ് സമർപ്പിച്ച വേദിയിൽ എന്ത് മനോഹരമായിരിക്കുന്നു. അപ്പൊ അദ്ദേഹം ഇനിയും ബാക്കി എല്ലാവർക്കും വേണ്ടി അഭിനയിക്കാനും കൂടെ തുടങ്ങണോ? അഭിനയിക്കാത്തൊരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. ഈ അഭിനയത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ സിനിമയെ പറ്റി സംസാരിക്കണം. ഈ പ്രൊപ്പഗാൻഡ സിനിമ കൊണ്ട് പൊറുതി കൂട്ടിയിരിക്കുകയാണെന്നാണ് ഒരു വശത്ത് പറയുന്നത്. ദുരന്തർ 1000 കോടി അടിക്കുന്നതൊക്കെ പ്രൊപ്പഗാൻഡയാണ്. BJP-യുടെ രാഷ്ട്രീയ ഒരു പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ പരസ്യപ്പെടുത്തലാണ് ദുരന്തർ 2 എന്നൊക്കെ പറയുന്നു. കാണുന്നുണ്ടോ അതൊക്കെ? ഞാൻ കാണുന്നുണ്ട്, ഇതെല്ലാം കാണുന്നുണ്ട്. ഈ രാഷ്ട്രീയപരമായി ഉള്ള ഈ കലയും രാഷ്ട്രീയവും കൂടെ കൂട്ടിക്കലർത്തുന്നത് പലപ്പോഴും കുഴപ്പങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകം പണ്ടിറക്കിയതിന് ശേഷം ലോകത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്ന ഒരു നാടാണ് നമ്മൾ. അവിടെയൊക്കെയാണ് കലയ്ക്ക് പ്രാധാന്യം പറയേണ്ടത്. അല്ലാതെ ഒരു കാര്യവുമില്ലാതെ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് എന്തെങ്കിലും അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു കലയാണെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. അതിങ്ങനത്തെ കലയാണ് ഇപ്പോ അത് പ്രോപ്പഗാൻഡ. എന്തെങ്കിലും സോഷ്യൽ മീഡിയ ഉണ്ട് എന്നൊരു കാരണത്താൽ എന്തും വിളിച്ചു പറയാം, എന്തും എഴുതാം, ആരെയും എന്തും പറയാം. നോ, അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ആരെയും എന്തു പറയുമ്പോഴും സഭ്യമായ ഭാഷ വേണം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. കുറ്റപ്പെടുത്തുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പറയാം, ഫാക്റ്റുകൾ സംസാരിക്കാം, ആർക്ക് വേണം സംസാരിക്കാം. എന്ന് വെച്ച് അനാവശ്യമായി ഒരു മോശമായ ഭാഷ ഉപയോഗിക്കുക, മോശമായ പദങ്ങൾ ഉപയോഗിച്ച് വാക്കുകളെ പറയുക, അയ്യോ അതൊക്കെ വളരെ അതിന്റെ ആവശ്യമില്ല. രാഷ്ട്രീയത്തിൽ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിഷാരടി ലാലേട്ടന്റെ അനുഗ്രഹം വാങ്ങിക്കുന്നു. മമ്മൂക്ക എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. വലിയ താരസഹായങ്ങളൊക്കെ ഉണ്ട് പിഷാരടിക്ക്. സമാനമായിട്ടുള്ള താരബന്ധങ്ങളൊക്കെയുള്ള ഈ സിനിമാ പാരമ്പര്യമൊക്കെ ഉള്ള ആള് തന്നെയാണല്ലോ. എന്തേ ആ ബന്ധങ്ങളൊന്നും ഉപയോഗിച്ച് കണ്ടില്ല? അല്ല, അവരെല്ലാം മാനസികമായി എന്നോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു പരസ്യപ്പെടുത്തൽ വേണ്ടേ? ഞാൻ ഒരിക്കലും എന്റെ സ്വഭാവം അറിയാമല്ലോ. ഞാൻ ഇലക്ഷന് നിൽക്കുന്നതിന് മുമ്പേ, നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പേ, എൻ്റെ സ്ഥാനാർത്ഥിത്വം ഡിക്ലെയർ ചെയ്ത അപ്പോഴ് ഞാൻ അറിയിച്ചത് 2 പേരെയാണ്, മമ്മൂക്കയും ലാലേട്ടനും. അവർ 2 പേരെയും തന്നെയാണ് ഞാൻ അറിയിച്ചിട്ടുണ്ട്. അറിയിക്കാനുള്ള ഒരു മാന്യതയും ഒരു കടമയും എനിക്കുള്ള ആളാണ്. ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഈ മാധ്യമങ്ങളിൽ ഇപ്പൊ ആദ്യം വരുന്നു ആന്റണി രാജു സഹകരിക്കുന്നില്ല പ്രചരണത്തിന്, പിന്നെ അദ്ദേഹം തന്നെ നേരിട്ട് വന്നിട്ട് പറയുന്നു എല്ലാ സഹകരണവും ഉണ്ട്. എന്താ കുഴപ്പം? അപ്പോ സഹകരണം ഉള്ളതുകൊണ്ടാണല്ലോ. സഹകരണം ഇല്ല എന്ന് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു വീഡിയോ പ്രസ്താവന കാണിക്കാൻ പറ്റുമോ? സഹകരിക്കുന്നില്ല എന്നുള്ള പ്രസ്താവനകൾ വരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ വീഡിയോ എന്താ പറഞ്ഞേ? പൂർണ്ണ പിന്തുണയാണ്. അത് AI നിർമ്മിതമൊന്നും അല്ലല്ലോ. അപ്പോ അദ്ദേഹം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും ഇടതുപക്ഷ സർക്കാരിനോടൊപ്പം യോജിക്കുന്നു. ഇടതുപക്ഷ സർക്കാർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വെച്ചിരിക്കുന്ന എന്നോട് യോജിക്കുന്നു. അദ്ദേഹം ഒരുപാട് വികസന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു MLA ആണ്, മുൻ മന്ത്രിയാണ്. അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു ഞാൻ. അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളും തുടർച്ച് നടത്തിക്കൊണ്ടു പോകാൻ എന്നെ ചുമതലപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹത്തെ കുറിച്ച്
അനാവശ്യമായി ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നത്. ഞാൻ ഈ ഇലക്ഷൻ നോമിനേഷന് മുമ്പേ അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിന്റെ അനുഗ്രഹം മേടിച്ചിട്ടുള്ള ആളാണ്. അപ്പോ അനാവശ്യമായ പ്രൊപ്പഗൻഡ, അനാവശ്യമാണ് പറയുന്ന പലതും. അനാവശ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഈ തോമസ് ഐസക് രമേശ് പിഷാരടിയെ കോമാളി എന്ന് വിളിച്ചു. അതിലെന്താ ഒരു വ്യക്തത വരുത്താനുള്ളത്? അതങ്ങനെ തന്നെയാണോ നമ്മൾ ഞാൻ മനസ്സിലാക്കേണ്ട ഒരിക്കലും സ്റ്റേറ്റ്മെന്റ്? അങ്ങനെ അദ്ദേഹം തോമസ് ഐസക് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് എല്ലാവർക്കും അതെ, അറിയാവുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ആണല്ലോ. അതെ, വളരെ ബുദ്ധിയും വിവരവും രാഷ്ട്രീയപരവും ആയിട്ടും എല്ലാം വളരെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ച ആ ഒരു കാര്യമല്ല ഒരിക്കലും നമ്മൾ പറയേണ്ടത്. അദ്ദേഹം ഒരിക്കലും രമേശ് പിഷാരടിയെ കുറിച്ച് അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞിട്ടുള്ളത്. രമേശ് പിഷാരടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. അതെ. രാഷ്ട്രീയപരമായി ഇപ്പോൾ രണ്ട് സൈഡിൽ നിൽക്കുന്നു എങ്കിൽ പോലും ഒരിക്കലും ഞാൻ രമേശിനെ കുറിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നർമ്മരസപരമായി സംസാരിക്കാൻ കഴിവുള്ള ഏറ്റവും എനിക്ക് ഇഷ്ടമാണ് ഒരുപാട് സമയം അദ്ദേഹത്തെ കൂടെ ചെലവഴിക്കാനും നമ്മൾ ഒന്നിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഒന്നും മോശമായി പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. രമേശിനെ കുറിച്ചല്ല അങ്ങനെ ഒരു അദ്ദേഹം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് മീഡിയയിൽ വന്നാൽ അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്തപ്പോൾ മാറിപ്പോയതാവും. ഒരിക്കലും അദ്ദേഹം തോമസ് ഐസക് സാർ അത് പറയത്തുമില്ല. ഒരിക്കലും രമേശ് പിഷാരടി അങ്ങനെ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. കാരണം അങ്ങനെ പറയാനുള്ള ഒരാളല്ല രമേശ് പിഷാരടി. LDF തുടർച്ച ഉണ്ടാവോ മൂന്നാം തവണ? 100%. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? ഇപ്പോഴേ കിടന്ന് അടി നടക്കുന്നുണ്ട്. 140 അല്ലല്ലോ 150 കിട്ടുമെന്നൊക്കെയല്ലേ പറയണേ? അതെ, അതെ. എനിക്കറിയില്ല. സെഞ്ചുറി അല്ല 150 കിട്ടുമെന്നൊക്കെയാ പറയണത്. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇപ്പോഴേ നടക്കുന്നു ആരാ മുഖ്യമന്ത്രി എന്നുള്ള അടിയൊക്കെ. എനിക്ക് വിചിത്രമായി തോന്നുന്നു. അത് കാണുമ്പോ എന്താ തോന്നുന്നത്? സങ്കടമാണോ തോന്നുന്നത്? സങ്കടമല്ല, എന്തിനാ എന്നാ തോന്നുന്നത്. എന്തിനാ എന്നാ എനിക്ക് തോന്നുന്നത്. അതിന് ഇലക്ഷൻ അല്ലേ, ഇലക്ഷൻ കഴിയട്ടെ, അതിന് റിസൾട്ട് വരട്ടെ, അതിന് ശേഷം പോരെ. എവിടെയോ കാള പറ്റൂ എന്ന് പറഞ്ഞ് എടുക്കണ്ട. സമയമുണ്ട്, എല്ലാത്തിനും ഒരു സമയം. ശബ്ദം പോയിരിക്കുന്നു, നിരന്തരമായിട്ടുള്ള യാത്രകൾ, സമയക്കുറവ്. അതെ, ബുദ്ധിമുട്ടാവുന്നുണ്ടോ അത്? ഇല്ല, കാരണം വെച്ചാൽ 2 മാസം കൊണ്ട് ഓടേണ്ടത് 2 ആഴ്ച കൊണ്ട് ഓടേണ്ടതായിട്ടുണ്ട്. കുഴപ്പമില്ല, ഓടാം. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് വെച്ചാൽ സൗണ്ടിന് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഇതല്ല എൻ്റെ സൗണ്ട്. പള്ളിച്ചട്ടമ്പി ഡബ് ചെയ്യാനുള്ളതാണ് നാളെ. എങ്കിൽ പോലും ഡബ് ചെയ്യാൻ വെച്ചാൽ കുറച്ച് ഡബ് കറക്ഷൻ ഉണ്ട്. ശ്രീ ഡിജോ എന്നെ വിളിച്ചിട്ടുണ്ട്, പോകണം, ഞാൻ ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ കാരണം ഒന്നും മുടങ്ങാൻ പാടില്ല എന്നുള്ള നിർബന്ധം എനിക്കുള്ള ഒരാളാണ്. വളരെ നല്ലൊരു സിനിമയായിരിക്കും പള്ളിച്ചട്ടമ്പി, ഡിജു ആന്റണിയുടെ. എന്തായാലും ഓട്ടം വിജയത്തിലേക്ക് ആവട്ടെ. സമയപരിമിതി ഉണ്ട്. വിജയത്തിന് ശേഷം വിശദമായിട്ടിരിക്കാം. നമസ്കാരം. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.